നമുക്കിന്ന് ചട്ടിയിൽ നട്ടിരിക്കുന്ന പേരയ്ക്ക് എങ്ങനെയാണ് വളം എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്കൊന്ന് കാണാം. കുറച്ച് മേൽമണ്ണാണിത്, കണ്ടോ? അതായത് കുമ്മായിട്ട മണ്ണാണ്. അതിലേക്ക് കുറച്ച് മണൽ, അത്രയും തന്നെ മണൽ, ഇത്രയും മതി. പിന്നീട് കുറച്ച് കിച്ചൺ കമ്പോസ്റ്റ്, അതായത് കിച്ചൺ കമ്പോസ്റ്റാണ്, കണ്ടോ? കിച്ചൺ കമ്പോസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരല്പം സ്യൂഡോമോണസ്, നമ്മുടെ പേരയുടെ വേരഴുകലോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. അതുപോലെ നല്ല ആരോഗ്യത്തോടെ ശക്തിയിൽ വളരാൻ വേണ്ടി കുറച്ച് എല്ലുപൊടി, കീടബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പേര ഈ ചട്ടിയിൽ നട്ടതിന് ശേഷം ആദ്യത്തെ വളമാണ് കൊടുക്കുന്നത്. ഇതിന് മുകളിൽ കിടന്ന കരിയില ഞാനിങ്ങ് വാരി മാറ്റി അതിന് ശേഷം ഈ മണ്ണിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് നമ്മളിടുന്ന വളവും ഇതുമായിട്ടൊന്ന് സെറ്റ് ആവണമല്ലോ, അതിന് വേണ്ടി. അപ്പോൾ ഈ വളം ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ടതിന് ശേഷം വീണ്ടും ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി റെഡിയാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലേക്ക് വളങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് നോക്കി എൻ്റെ പേരയിലുള്ള ഈ പേരക്കകളൊക്കെ കണ്ടോ ഇത്ര ചെറുതിലേ തന്നെ ഇതുപോലെ പേരക്ക പിടിക്കാൻ കണ്ടോളൂ. കണ്ടോ എല്ലാ ചില്ല കൊമ്പുകളിലും ഇങ്ങനെ മൊട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ഇതിലെല്ലാം ഉണ്ട്, കണ്ടോ? ഈ വരുന്നതൊക്കെ മൊട്ടുകളാണ്, കണ്ടോ? ഇതെല്ലാം നമുക്ക് കായായും കിട്ടും. നമ്മളെപ്പോഴും ഇതിന് വെള്ളം തങ്ങി നിൽക്കാത്ത രീതിയിൽ നന കൂടി കൊടുക്കണം. അപ്പോൾ താങ്ക് യു.